അളിയ ഒഴിക്കളിയാ ഒഴിച്ചോണ്ടിരിക്കുവല്ലേ? ആദ്യം അവന് കൊടുക്ക്. അവൻ അങ്ങ് വിട്. അവൻ ഇന്ന് സ്റ്റേജിൽ പരിപാടി ഉള്ളതാ. അവനോ? അതാര്? അവന്. ഇവന്. ഇവനോ? ആദ്യം ഞാൻ ഇവനൊരെണ്ണം കൂടെ കുറെ നേരമായിട്ട് എന്റെ കൂടെ ഒന്നടിക്കണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. അടിക്ക കളഞ്ഞ് ഈ കൈവറയുള്ളവനെ പിടിക്കണ്ട, ഞാൻ ഒഴിച്ചു തരാം. ആ കുടി, കുടി അങ്ങോട്ട്. മതിയോ? അച്ചാറല്ലേ ഇരിക്കുന്നത്? പിന്നല്ലാണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എത്രാമത് നിന്റെ പരിപാടി നടക്കുന്നത്? നിന്റെ പാട്ട് എത്ര മണിക്കാ? എനിക്ക് 6 മണിക്ക്. അപ്പൊ നീ മരിപ്പം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരത്തുള്ളോ? മരിപ്പം? പിന്നെ നീ റീത്തും പിടിച്ചോണ്ടിരിക്കുന്നു. റീത്തല്ല, റെഡിമെയ്ഡ് അത്തമായത്. അത്തമാണ്? അത്തം തുടങ്ങിയാടാ. തുടങ്ങി. അങ്ങനെ വെള്ളമടി മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. വെള്ളമടി മത്സരം ഒന്ന് കിടന്ന് വിളിച്ച് നാട്ടുകാരെ കൂട്ടാതെ. പിന്നെ ഇപ്പൊ ഞാൻ പറയണമായിരുന്നല്ലോ, വെള്ളം കൂടി മത്സരം. വെള്ളമടി അല്ല, വെള്ളം കൂടി മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. അടിച്ചിട്ട് നീ അങ്ങോട്ട് തുടങ്ങ. പെട്ടെന്നാവട്ടെ കണ്ട കാര്യങ്ങളൊക്കെ. ഓ ശരി ശരി. നമ്മുടെ ബാബുവിന്റെ ഷേപ്പുള്ള പ്രഭുദേവ വരുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും എന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്നെ കളിപ്പിച്ചോ? കളിപ്പിച്ചില്ലേ? അങ്ങനല്ല, കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്നെ കളിപ്പിച്ചു. വേടകന്മാരെ അതല്ല പറഞ്ഞത്. കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും പറഞ്ഞു എന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. എന്നെ കളിപ്പിക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു, കളിപ്പിച്ചില്ല. പക്ഷെ അതുപോലല്ല, ഈ വർഷം നിങ്ങൾ എന്നെ കളിപ്പിക്കണം. കഴിഞ്ഞ വർഷം നിന്നെ കളിപ്പിച്ചില്ലയോ? അതുപോലെ ഈ വർഷം നിന്നെ കളിപ്പിക്കും. അത് മതി. എന്താ പരിപാടി? ഹാപ്പിയാണോ? അയ്യോ, എന്ത് മാറ്റമാണ് ഈ സാധനത്തിന്? വൃത്തികെട്ട മണം. നീ ഗൾഫിൽ പോകുന്നതിന് മുന്നേ ഇവിടെ അടിച്ച സെയിം സാധനം തന്നെ ഇത്. ഇതെന്തൊരു പട്ടിയുടെ പടമുള്ള സാധനമാണ് നിങ്ങൾ അടിച്ചോണ്ടിരിക്കുന്നത്. നീ ഇതിന് മിണക്കല്ലേ അടിച്ചോണ്ട്? അയ്യേ, ഈ സാധനം കൊള്ളത്തില്ല. ചുമ്മാ കളിക്കണം. നീ അങ്ങനത്തെ ഓണായിട്ട് സാധനം കിട്ടാൻ ഞങ്ങൾ ബാച്ചിൽ മേടിച്ച സാധനം. സാബുവാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ കൂട്ടുകാരൻ സാബു. ഞാനെങ്ങനെ വെറും കൈയോടുകൂടി വരുവോ? ദാണ്ടെ നോക്ക്. ഇത് നിസാരപ്പെട്ട സാധനമല്ല. നിങ്ങൾ ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്ന സാധനത്തിന് എത്ര രൂപ ഉണ്ട്? ഇതിന് 900 രൂപ ഇന്നുണ്ട്. പക്ഷെ നമ്മള് സിവിലിൽ എടുക്കുകയാണെങ്കിൽ 600 രൂപ കിട്ടും. അത്രേ ഉള്ളൂ. ഇതിന്റെ വില എത്രയെന്ന് അറിയാമോ? ഇന്ത്യൻ മണി 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ ഉണ്ട്. നിനക്ക് 12 കാർ നിനക്ക് വാങ്ങിച്ചിട്ടൂടെ? സാബു, നീ പണ്ടത്തെ പോലെ ഇപ്പോഴും ടംപീസ് തന്നെയാണുള്ളത്. എടാ അതല്ലെന്ന്, ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നെന്ന് അറിയാമോ? പച്ചില പാമ്പിന്റെ നാക്കിന്റെ അടിയിലെ വിഷം. കൊല്ലാൻ കൊണ്ടുവന്നാണ് ഇത്. അയ്യോ, ചാകൂല്ലെന്ന്. ഇത് അടിച്ചു കഴിയുവാണെന്നുള്ള ഒരു തരിപ്പാണ്. പിന്നെ മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്വർണ്ണമില്ലേ, സ്വർണം നേരെ എടുത്ത് ഉരുക്കി അലക്കി കലക്കി ഇതിനകത്ത് മൊത്തം മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. സ്വർണ്ണമാണ് ഇതിനകത്ത്. പിന്നെ എടാ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് മൂത്രത്തിൽ കല്ലുണ്ട്, അപ്പൊ എനിക്ക് കുടിക്കുന്ന കുഴപ്പമുണ്ടോ? നിനക്ക് ധൈര്യമായിട്ട് കുടിക്കാം. എടാ, മൂത്രത്തിൽ കല്ലുള്ള നീ ഇത് കുടിക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ മൂത്രത്തിൽ കല്ലല്ല, മൂത്രത്തിൽ സ്വർണ്ണക്കല്ല്. പിന്നെ അപ്പൊ ഓരോ ഒഴുപ്പിലും ഓരോ ഗ്രാം സ്വർണം ഫ്രീ. സാധനം കൊള്ളാലേ. പിന്നെ മെയിൻ ഒരു പ്രത്യേകതയുണ്ട്. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് ബോധം വരത്തുള്ളൂ. അയ്യടാ, അങ്ങനെ എനിക്ക് വേണ്ട. നാളെ എന്റെ അപ്പച്ചൻ മോളുടെ കല്യാണം. അയ്യോ, ഇവിടെ 3 ദിവസം കഴിഞ്ഞ് നീ എണ്ണിക്കത്തില്ലേ? അന്നേരം അവരെ അടുക്കള കാണാൻ പോകുന്നത്. ആ കൂടെ നിനക്ക് പോകത്തില്ലേ? ഇത് പൊട്ടിക്കുന്നതിന്റെ ഒരു രീതിയുണ്ട്. ആദ്യം ഇതിന്റെ മേളില് ഒരു 3 അടി. അപ്പൊ ഈ പച്ചില പാമ്പിന്റെ വിഷവും ഈ സ്വർണ്ണം എല്ലാം കൂടി ഇതിനകത്ത് അങ്ങ് മിക്സ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മുട്ടുകൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ടുക്ക് താഴത്തുനിന്നുള്ള മർദ്ദം കൂടെ ചെല്ലുമ്പോഴേ ആകെ മൊത്തം കലകിയും വറിയും. ഇത് കഴിഞ്ഞങ്ങ് തുറക്കാൻ നേരത്ത് കേട്ടാ ശബ്ദം കേട്ടാ മണത്ത് നോക്കി എങ്ങനെ ചിമ്രാണി സ്പ്രേയുടെ മണം വേറുന്നുണ്ട്. ഞാനേ നമ്മളെ കാരണവന്മാർക്ക് കൊടുക്കത്തില്ല, അതായത് ഞാൻ ഉടുപ്പേ തേക്കും. അത്രയും മണം വന്ന്. ഇനി നിങ്ങൾ മേടിച്ചു വെച്ച സാധനം എടുത്ത് മണത്തെ ഒന്ന് മണത്ത് നോക്കി. എന്നാ നാറ്റോടാ ഇത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ഒഴിച്ചു കളഞ്ഞത്. കാരണം നമ്മൾ ഇത് ഇങ്ങനെ വേണം അടിക്കാൻ. ടച്ചിങ്സ് എന്താ ഉള്ളത്? ചിക്കന് അച്ചാറുണ്ട്. എടാ, ചിക്കനും അച്ചാറൊക്കെ തിന്നു കഴിഞ്ഞാൽ നെഞ്ചെരിയുടെ ചെറുക്കന്മാരെ. നമ്മൾ നല്ല നല്ല ആഹാരങ്ങൾ വേണം കഴിക്കാനായിട്ട്. ഉദാഹരണമായിട്ട് പറയുവാണെന്ന് ഇത് കേട്ടാ, ഈന്തപ്പഴം, പിസ്ത, അങ്ങനെയുള്ള ടച്ചിങ്സ് വേണം നമ്മൾ കഴിക്കാൻ. നമ്മുടെ ശരീരത്ത് പിടിക്കണത്.
ഈ സാധനം കടിച്ചിട്ട് പൊട്ടുള്ള എടാ മരമണ്ട കുരു അല്ല തിന്നേണ്ടത്, അതിന്റെ പുറത്തിരിക്കുന്ന തൊലിയാണ് തിന്നേണ്ടത്. ആ സാബു മോനെ, അയ്യോ മാമൻ, എന്റെ അമ്മാവൻ സാധനം കണ്ടു കഴിഞ്ഞാലേ പിന്നെ പുള്ളിക്കാരനെ കുത്തി തീർത്തിട്ട് അങ്ങ് സാബു മോനെ. അയ്യോ അയ്യോ, എന്റെ സാബു മോൻ വന്നെന്ന് അറിഞ്ഞിട്ട് അമ്മ വന്നതാ ഇവിടെ. അയ്യോ അടിച്ചങ്ങോട്ട് കൊഴുത്തല്ല. അവിടെ കട്ടപ്പനെ കപ്പ ഒഴുകി തിന്നിരിക്കുമ്പോ വിളിഞ്ഞു തന്നു. ഒരു വിളി വന്നെന്ന്. പറയണ അങ്ങോട്ട് കേക്കണില്ല. എല്ലാരും ഉണ്ടല്ലോ. എവിടെയെങ്കിലും പോയി ഒരുത്തം 10 കാശ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോ ഇതേപോലെ കുറെ വേട്ടവിളിയന്മാര് വരും. ഞങ്ങളാ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ? അല്ലല്ലേ, നമ്മളെ അല്ലടാ. സംഭവം അറിയോ, ചില ആളുകൾ ഗൾഫിൽ പോയി പുത്രനാക്കിട്ട് വരുമ്പം മുള്ളിത്തെറിച്ച ഏതെങ്കിലും ബന്ധക്കാർ അവിടുന്ന് പറഞ്ഞു തിരിഞ്ഞ് കാണാൻ വേണ്ടി വരും. അല്ലാതെ എന്നെ കുറിച്ചല്ലെന്നുള്ള എനിക്കറിയാം. അല്ല അമ്മാവനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതെ അതെ. അല്ല അമ്മ ഒരു കാര്യം ചെയ്യും.